ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ടൈം ഡിലേ വന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെറിയ 3 കൺസെപ്റ്റുകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമ്പൈലർ, IDE, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാളേഷൻ ഫയൽ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് ഇൻട്രോയും കാണിച്ചിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ എങ്ങനെ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. കാണുന്നതോടൊപ്പം തന്നെ അത് ചെയ്തു നോക്കുക. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് മാത്സ് സബ്ജക്റ്റൊക്കെ പോലെയാണ്. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ ബുക്കിലൊക്കെ നോക്കുമ്പോഴും സിമ്പിളായിട്ട് തോന്നും. എന്നാൽ നമ്മൾ ചെയ്യുമ്പം വേറെ ആർക്കും കിട്ടാത്ത കുറേ എറേഴ്സ്, തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതിൽ സംഭവിക്കും. അപ്പോൾ നമ്മളവിടെ സ്റ്റക്കാവും. ഇത് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് പ്രോഗ്രാമിങ്ങിലും സംഭവിക്കുക. ചില കമ്പനീസിലൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ നമുക്കൊരു പ്രൊജക്റ്റ് റിക്വയർമെൻറ്റ് അയച്ചു തരും. ഒരു ഡെഡ് ലൈനിൻ്റെ മുന്നേ ഫിനിഷ് ചെയ്ത് അത് തിരിച്ചയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അത് നോക്കി വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് പോലും വിളിക്കുകയുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ, നമ്മുടെ കോഡിന് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഗ്രാമിംഗ് ചെയ്ത് തന്നെ പഠിക്കുക. എല്ലാം എന്നുണ്ടെങ്കിൽ വിട്ട് കളയണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് കാണാൻ പറ്റുക. ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് ഫസ്റ്റ് 2 എണ്ണമാണ്. ആദ്യത്തേത് ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും, രണ്ടാമത്തേത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് എഡിറ്റ് വരുത്താനും. ഈ 2 ഓപ്ഷൻസ് നിങ്ങൾ കൂടുതൽ സോഫ്റ്റ്വെയർസിലും കണ്ടിട്ടുണ്ടാവും. പവർ പോയിൻറ്റ്, നോട്ട് പാഡ് എല്ലാത്തിലും ന്യൂ ഫയൽ, ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് ഈ 2 ഓപ്ഷൻസ്. പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്കറിയാം ആൻഡ്രോയിഡിൻ്റെ പല ഡിവൈസസ് ഉണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഫോണുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, TV ഉണ്ട്, അതുപോലെ തന്നെ വാച്ച് ഉണ്ട്. അങ്ങനെ പല ഡിവൈസസ് ഉണ്ട്. ആ ഒരു ഡിവൈസസിൻ്റെ കാറ്റഗറിയാണ് ഇവിടെ ഈ ടോപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഫോൺ ആൻഡ് ടാബ്ലറ്റ്, വെയർ OS, TV, ആൻഡ്രോയിഡ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ വെയർ OS എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡിൻ്റെ വാച്ചാണ്. ബൈ ഡിഫോൾട്ട് ഇവിടെ ഈ ഫോൺ ആൻഡ് ടാബ്ലറ്റ് ആണ് സെലക്ട് ആയിട്ടുള്ളത്. ഇതിലിനി ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ഡിസൈൻ, അതാണ് ടെംപ്ലേറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിലൊരു പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് അതിലുണ്ടാവും. അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പേജ് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ടെംപ്ലേറ്റ് കൊണ്ട്. അപ്പം ഇവിടെ ബൈ ഡിഫോൾട്ട് ഈ എംപ്റ്റി ആക്ടിവിറ്റിയാണ് സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബേസിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉള്ള ആക്ടിവിറ്റി ഉണ്ട്. ഗൂഗിൾ മാപ്പുള്ള ഒന്നുണ്ട്. ലോഗിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് അതിൽ ലോഗിൻ ഫോം ഉണ്ടാവും. അതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ഒരു ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എംപ്റ്റി ആക്ടിവിറ്റി സെലക്ട് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു. ആക്ച്വലി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതൊരു സിംഗിൾ സ്ക്രീനാണ് എന്ന് കൺസിഡർ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ആദ്യം ലോഗിൻ ചെയ്യാൻ യൂസർ നെയിമും പാസ്വേഡും ചോദിച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വരും. അത് ഒരു ലോഗിൻ ആക്ടിവിറ്റി ആണെന്ന് കരുതുക. ഇനി ഓൾറെഡി അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് പോകും. അത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേഷൻ്റെ പേജായിരിക്കും. അതിന് നമുക്കിപ്പം ഒരു അക്കൗണ്ട് ക്രിയേഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആക്ടിവിറ്റി എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് സിമ്പിളായിട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സിംഗിൾ സ്ക്രീനിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നതെന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ വെബിൽ നമ്മൾ വെബ് പേജ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോൺഫിഗറേഷൻ കൊടുക്കുന്നത്. അതിലാദ്യത്തേത് അപ്ലിക്കേഷൻ നെയിം. നമ്മുടെ ആപ്പിന് നമ്മൾ എന്താണോ പേര് കൊടുക്കുന്നത് അത് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത് പാക്കേജ് നെയിം. ഈ പാക്കേജ് നെയിം മെയിനായിട്ട് പ്ലേ സ്റ്റോറിൽ ആണ് കാണാനായിട്ട് പറ്റുക. നമുക്ക് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു കീ വേണം. ഒരു കീ ജനറേറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ കീ ഈ പാക്കേജ് നെയിമിൻ്റെ അണ്ടറിലാണ് വരിക. അതുകൊണ്ട് തന്നെ പാക്കേജ് നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻസിന് ഒരിക്കലും ഈ ഒരു പാക്കേജ് നെയിം ഉണ്ടാവില്ല. ഇപ്പം ഫേസ്ബുക്കിനും വാട്സപ്പിനും ഇത് രണ്ടും 2 ആപ്ലിക്കേഷനാണ്. പക്ഷേ അതിന് രണ്ടിനും സെയിം പാക്കേജ് നെയിം കൊടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ ഇവിടെ കണ്ടോ ടിക്ടോക്കിൻ്റെ പാക്കേജ് നെയിമാണ് ഈ കൊടുത്തിട്ടുള്ളത്. മ്യൂസിക്കിലായിരുന്നു നമ്മൾ ടിക്ടോക്കിൻ്റെ ആദ്യത്തെ പേര്, അതാണ് ഈ അവസാനം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നെയിമിംഗ് കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത് com.company_name.application name. അതാണ് ഒരു നെയിമിംഗ് കൺവെൻഷൻ. com. കഴിഞ്ഞിട്ട് കമ്പനി നെയിം. ഈ കമ്പനി നെയിം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ നെയിം.
ഡോട്ട് അപ്ലിക്കേഷൻ്റെ നെയിം. സോ ഇതാണ് പാക്കേജ് നെയിം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻ ഇതിന് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നൊന്നുമില്ല. കൂടുതൽ കമ്പനീസും ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മുടെ പ്രൊജക്റ്റ് ലൊക്കേഷൻ. എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യേണ്ടത് എന്നുള്ള ലൊക്കേഷനാണിത്. നെക്സ്റ്റ് വൺ ലാംഗ്വേജ്. നിങ്ങൾക്കറിയാം നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, കോഡിങ് ചെയ്യാൻ പോവാണ്. കോഡിങ്ങിന് എന്തായാലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. സോ ഗൂഗിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള 2 ലാംഗ്വേജസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ജാവ, 2 കോഡ്ലിൻ. ജാവ നിങ്ങൾ കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവും, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. കോഡ്ലിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പുതിയതാണ്. അറ്റ്ലീസ്റ്റ് ആൻഡ്രോയിഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷേ ജാവനെക്കാട്ടിയും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ് കോഡ്ലിൻ. ജാവയിൽ നമ്മൾ 10 ലൈന് കോഡ് എഴുതുന്നിടത്ത് ഇവിടെ കോഡ്ലിനിൽ 2 ലൈന് കോഡ് എഴുതിയാൽ മതി. സോ നെക്സ്റ്റ് ഓപ്ഷൻ മിനിമം SDK. SDK എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. ഇതിൽ ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് 5.0 ലോലിപോപ്പ്, 6.0 മാഷ്മെലോ, 7.0 ന്യൂഗാറ്റ് പറഞ്ഞിട്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പം ആ ഒരു വേർഷനാണ് സെലക്ട് ചെയ്യുക. ആ വേർഷൻ്റെ മുകളിലേക്കുള്ള വേർഷൻസിൽ എല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ സപ്പോർട്ടാവും. അതായത് ആ വേർഷൻ്റെ മുകളിലേക്ക് വേർഷനുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങളിപ്പോൾ എക്സാമ്പിളിന് ആൻഡ്രോയിഡ് 5.0 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള വേർഷൻ ഏതാ 6, 7, 8, 9, 10. ഇതിലെല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ സപ്പോർട്ടാവും. ഇനി അതിൻ്റെ താഴേക്കുള്ള വേർഷനിൽ 4.4, 3.0 ആ വേർഷനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സപ്പോർട്ടാവില്ല. ഇപ്പോൾ ഇവിടെ API ലെവൽ 21 ലോലിപോപ്പ് എന്ന് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴേക്കുള്ള കിറ്റ്കാറ്റ്, ജെല്ലി ബീനിലൊന്നും സപ്പോർട്ടാവില്ല. അതിന് മുകളിലേക്കുള്ള ന്യൂഗാറ്റ്, മാഷ്മെലോ ഉള്ള ഡിവൈസസിലെ സപ്പോർട്ടാവുള്ളൂ. അതാണ് ഈ വേർഷൻ മിനിമം SDK എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കൂടുതൽ പേരും ഈ ഒരു ലോലിപോപ്പ്, മാഷ്മെലോ, കിറ്റ്കാറ്റ്, ജെല്ലി ബീൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ വേർഷൻ 5.0, 6.0 അതും കണ്ടിട്ടുണ്ടാവും. പക്ഷേ API ലെവൽസ് കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഓരോ വേർഷൻസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു API ലെവലും ഉണ്ടാവും. ഇപ്പോൾ ലോലിപോപ്പ് 5.0 ആണെങ്കിൽ API ലെവൽ 21, മാഷ്മെലോ 6.0 ആണെന്നുണ്ടെങ്കിൽ API ലെവൽ 23 അങ്ങനെ ഉണ്ടാവും. ഞാനിവിടെ API ലെവൽ 21 ആണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ലോലിപോപ്പ്. 21 മുകളിലേക്കുള്ള വേർഷൻസിലാണ് കൂടുതൽ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ 21 സെലക്ട് ചെയ്തു, എന്നിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങളിവിടെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. ഇപ്പം ഫസ്റ്റ് ടൈമിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. കാരണം അത് കുറേ ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇങ്ങനെ താഴെ കാണാൻ പറ്റും നിങ്ങളുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ആക്സസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചില ഡിവൈസിൽ കൂടുതൽ ടൈം എടുക്കും, ചില ഡിവൈസിൽ പെട്ടെന്നാവും. അതൊന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ്, 2 നിങ്ങളുടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇവിടെ ഇങ്ങനെ സൈഡ് മെനു നിങ്ങളിൽ കാണിക്കുന്നില്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ സൈഡ് മെനു കാണിക്കും. എൻ്റെ കാണുന്ന സ്ട്രക്ചറല്ല നിങ്ങളതിലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടോപ്പിൽ പോവുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ലാസ്റ്റ് ഓപ്ഷൻ ആൻഡ്രോയിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടേതും ഈ ഒരു സ്ട്രക്ചറിലായി വരും. സോ ഈ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാക്കേജ് നെയിമാണ്. ഈ പാക്കേജ് നെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റാനായിട്ടും പറ്റും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഈ പ്രൊജക്റ്റ് സ്ട്രക്ചറിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാം. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫീൽ ഫ്രീ ടു ആസ്ക്. ബൈ.